മോളെ മിന്നോ പെട്ട്. നീ എന്താടി കണ്ടിട്ട് കാണാത്ത പോലെ പോന്ന്? ഏയ് ഞാനെന്തോ എടുക്കാൻ മറന്നു, അത് എടുക്കാൻ പോയിരുന്നു. മോള് കൈ കഴുക്, അമ്മ ഭക്ഷണം എടുത്ത് വെക്കാം. നീ ഇതെന്ത് ഭാവിച്ച ഗൗരി? നീ എത്ര കാലം ഇങ്ങനെ അവൾക്ക് വിളമ്പി കൊടുക്കും? പിന്നെ എന്റെ മോക്ക് വേറെ ആരാ ഭക്ഷണം കൊടുക്കുക? നിനക്ക് ഞാൻ പറയുന്നതിന്റെ പൊരുള് പിടികിട്ടാനിട്ടാ. ശരിയാ, ഞാനൊരു ബ്രോക്കർ തന്നെയാ എന്നും പറഞ്ഞ് അതുകൊണ്ടാ ഞാൻ ഈ പടികേറി വരുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ കണ്ണടയുന്നതിന് മുന്നേ നിന്റെ മോളെ ആരെയും കൈപിടിച്ചേൽപ്പിക്കണം എന്ന് എനിക്കൊരാഗ്രഹം, അതുകൊണ്ട് പറഞ്ഞത്. അപ്പൊ നിന്റെ കണ്ണെന്താടി വാർത്ത് വെച്ചതാണോ? അത് അടയൂലേ? അങ്ങനെയല്ലടി. ഓ നീ വേഗമൊന്നും ചാവൂല, പോരെ. ശാന്തേച്ചി, എന്റെ കല്യാണക്കാര്യത്തിന് വേണ്ടി മാത്രം ഈ പടി കയറി വരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് പേർക്കും. എനിക്കിപ്പോ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല. ഓളെ ധിക്കാരം കണ്ടില്ലേ? ഞാൻ പറയുന്നോണ്ട് മോക്കൊന്നും തോന്നണ്ട. നിന്നെ പെറ്റിടുമ്പോ ഞാനും ഉണ്ടേനു ആ വാർഡില്. എന്റെ 3ാമത്തെ പ്രസവം. നേരത്തെ കിട്ടിയ ഗുണമാണെന്ന് കൂട്ടിക്കോ. പിന്നെ ഞാൻ കൂട്ടി നോക്കുമ്പോ എങ്ങനെ വന്നാലും നിനക്കൊരു 28 വയസ്സ് വരും, ശരിയല്ലേ? അതിന് ഞാനൊന്ന് പറയട്ടെ മോളെ, ഇതാ കണ്ടില്ലേ ഇപ്പത്തെ കുട്ടികളുടെ കുഴപ്പം ഇതാ, മുതിർന്നവരെ കൊണ്ടൊരു അക്ഷരം മിണ്ടിക്കില്ല, അതിന്റെ ഇടയിൽ കയറി സംസാരിക്കും. നീ എന്തിനാ ശാന്തയെ കാണുമ്പോ പെണ്ണിന്റെ മെക്കിട്ട് ഇങ്ങനെ കയറി? ഗൗരി, ഇവള് എനിക്ക് എന്റെ കണ്ണനെ പോലെ തന്നെയാ. അപ്പൊ എനിക്ക് വാരിത്തൊന്നും എന്തും വിളിച്ചു പറയാം, ഞാൻ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ? ഓ ഇതാ ഫ്ലോ അങ്ങ് പോയി. 28 വയസ്സ്. ആ താങ്ക് യു മോളെ. ഇരുപത്തെട്ട് വയസ്സായി ഇവക്ക്. 2 കൊല്ലം കൂടെ കഴിഞ്ഞ മൂക്ക് പല്ല് വരും. പിന്നെ ഇവൾ ആര് കെട്ടിക്കൊണ്ടുപോവാനാ? എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ടെൻഷനായിട്ട് പാടില്ല. നിന്നെ സമ്മതിക്കണം ഗൗരി. നീ എനിക്ക് തിരി പോയി വെള്ളം കൊണ്ടുവന്നേ. തൊണ്ടേ ഇതിൽ കുറച്ച് വിമ്മ് കളിക്കാറോ? കയറി വന്ന ടെൻഷനൊക്കെ ഇറങ്ങിപ്പോവാൻ ബെസ്റ്റ്. ഇതാ വെള്ളം. നീ ഇതിലൊന്നും കലക്കിയില്ലേ? എന്താ? അല്ല നാരങ്ങയോ തേങ്ങോ അങ്ങനെ എന്തെങ്കിലും? ഓ അങ്ങനെ. ഇങ്ങനെ ഇടക്കിടക്ക് കയറി വരികയാണെങ്കിൽ എന്തെങ്കിലും ഞാൻ കലക്കി തരുന്നുണ്ട്. അമ്മ എനിക്ക് വിശന്നിട്ട് പോയാ, ഞാൻ എന്തെങ്കിലും എടുത്ത് കഴിക്കട്ടെ, നിങ്ങൾ സംസാരിക്കും. നീ എത്ര കാലം ഇവളെ പഠിക്കാൻ വിടും ഗൗരി? +2 കഴിഞ്ഞ മുതൽ ഞാൻ നിന്റെ അടുത്ത് പറയുന്നതാ, ഇവളെ കല്യാണം കഴിച്ചുവിട്. എത്ര നല്ല ആലോചന ഞാൻ കൊണ്ടുവന്നതാ. എപ്പ ചോദിച്ചാലും പഠിക്കും. എടി, അവളൊരു ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുന്ന, നന്നായി പഠിച്ച് ഞാൻ ജോലി ഉറപ്പാന്നാ പറയുന്നത്. നീ എന്നീ പറയുന്ന ഗൗരി? ഈ പെണ്ണ് പഠിച്ച് ഒരു ജോലി വാങ്ങി വീട് വെച്ച് എന്നിട്ട് അതിൻ്റെ അകത്ത് നിനക്ക് കല്യാണം കാണണം അല്ലേ? നടന്നത്. എടി, അവള് ജയിക്കും, എനിക്ക് ഉറപ്പാ. ആ കുഞ്ഞിന്റെ മനസ്സിൽ ചെറുപ്പത്തിൽ തുടങ്ങിയ ആഗ്രഹം സ്വന്തമായിട്ടൊരു വീട്, അച്ഛനില്ലാത്ത സാഹചര്യമായിട്ട് കൂടെ, അത് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച്. എനിക്ക് ഉറപ്പാടി അവള് ജയിക്കും, എൻ്റെ മോള് ജയിക്കും. നീ നോക്കിക്കോ, തള്ളി പറഞ്ഞവരെല്ലാം അതിശയത്തോടെ എൻ്റെ മോള് നോക്കി നിൽക്കുന്ന ഒരു ദിവസം വരും. അമ്മ കണ്ണടക്ക്. എന്താടി? ഒരു സമ്മാനമുണ്ട്. നമ്മുടെ സ്വന്തം വീട്ടിലെ താക്കോല അമ്മേ. എൻ്റെ അമ്മക്ക് സന്തോഷായോ? എൻ്റെ മോൾ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? സാരമില്ലമ്മേ, അമ്മക്ക് വേണ്ടി ഇത്രയും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ? മോക്കൊരു കാര്യം അറിയാം, എനിക്കൊരു ആൺകുട്ടി ജനിക്കാത്തതിന് എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും പറഞ്ഞു.
നീ കഷ്ടപ്പെടും കുറേ. പക്ഷെ അവർക്കറിയില്ലല്ലോ എൻ്റെ മോള് ഒരാൺകുട്ടിക്കും പെൺകുട്ടിക്കും ചെയ്യാൻ പറ്റുന്നതിൻ്റെ എത്രയോ മേലെ ഈ അമ്മക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഗൗരി, ഇതാര്? കുറെ നാളായാലോ കണ്ടിട്ട്. നീയല്ലേ എന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞേ? പറയണ നോക്കിയേ, കല്യാണക്കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടെന്നല്ലേ പറഞ്ഞേ? നീ വന്നു കയറിയത് ഏതായാലും നല്ല സമയത്താ. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. മോള് വീട് പണി പൂർത്തിയാക്കി താക്കോലേൽപ്പിച്ചല്ലേ? നീ അതെങ്ങനെ അറിഞ്ഞ്? ഞാനറിയാതെ ഈ നാട്ടിൽ ഒരേല പോലും ആണെങ്കിലടി. കോൺട്രാക്ടർ ദാമേ എൻ്റെ ഫ്രണ്ടാ. ഓ, കാര്യം ഞാനിവളെ ഓരോന്ന് പറയുമെങ്കിലും ഇവളാള് മിടുക്കിയടി. എല്ലാം ഒറ്റക്ക് നേടിയെടുത്തില്ലേ, മിടുക്കി. നീ പറഞ്ഞത് ശരിയാടി. എല്ലാ കുട്ടികളും വയറും നിറച്ച് ഭക്ഷണവും കഴിച്ച് പുതിയ ഉടുപ്പും ഇട്ട് സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ മോള് കള്ളും കുടിച്ച് കയറി വന്ന അച്ഛൻ്റെ അടിയും കൊണ്ട് കുഞ്ഞുനാളിൽ ഓർമ്മിക്കാൻ അവൾക്ക് നല്ലൊരു ഓർമ്മ പോലും ഇല്ല. ഒരു ദിവസം അവൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ ഈ വീട്ടിൽ ചോരയിൽ മുങ്ങിക്കിടക്കുക. ആ കുഞ്ഞിനെന്താ ചെയ്യണ്ടെന്ന് അറിയില്ലായിരുന്നു. അന്ന് അവളെടുത്ത തീരുമാനം ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ അവളുടെ അച്ഛൻ വേണ്ട. ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു പെണ്ണിനെ കുറിച്ച് നീ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ചുറ്റിലും 1000 കണ്ണുകളുണ്ടാവും. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടോ എന്നുള്ളത് കാത്തിരിക്കും അവർ. ജീവിക്കാൻ സമ്മതിക്കില്ല നമ്മള്. നീ അതൊന്നും ആലോചിക്കണ്ട. നമുക്ക് പറ്റാത്തതിൻ്റെ ഇടയ്ക്ക് കടിച്ചു തൂങ്ങി നിൽക്കാണ്ടിരിക്കുന്ന തന്നെയാണ് നല്ലത്. ഇനി ഇവളെ കല്യാണം കൂടെ കഴിപ്പിച്ച് വിട്ടാൽ സമാധാനമായിട്ടിരിക്കാം. ചേച്ചി, എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല. എൻ്റെ അമ്മക്ക് ആരും ഇല്ലാതിരുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്ന നിങ്ങളെ കൂട്ട് മാത്രം. എനിക്ക് കല്യാണം നോക്കി ഇനി ചേച്ചി വരണമെന്നില്ല. എനിക്കൊരു ഇഷ്ടമുണ്ട്, അത് അമ്മക്ക് അറിയാൻ ചെയ്യാം. എന്താ അവൻ്റെ പേര്? അജ്മൽ. എന്താടി ഗൗരി ഇതൊക്കെ? ലവ് മാരേജ് പോരാത്തിന് വേറെ കൂട്ടുകാർ. നീ എന്ത് ഭാവിച്ചതൊക്കെ? ഒന്നുമില്ല, നമ്മളെ അഭിമാനം നോക്കണ്ടേ? അഭിമാനോ? അഭിമാനത്തിലൂടെ എല്ലാവരും കൂടെ അമ്മക്ക് കണ്ടുപിടിച്ചു കൊടുത്ത ആളെ കണ്ടിരുന്നില്ലേ? അഭിമാനം അല്ലേ ചെയ്യേണ്ടത്? പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവാണ്. ഞങ്ങൾ ഏറ്റവും നന്നായി പരസ്പരം മനസ്സിലാക്കിയിട്ടാ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞു. ജാതി മതത്തിനൊക്കെ മേലെ ഞങ്ങൾക്ക് ഞങ്ങളെ സ്നേഹ വലുത്. നിങ്ങളെല്ലാം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി ഞാനായിട്ട് എന്ത് പറയാനാ? എൻ്റെ മക്കൾക്ക് എന്തായാലും നല്ലത് വരട്ടെ. ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. പിന്നെ എന്തിനും ഈ ശാന്തേച്ചി കൂടെ ഉണ്ടാവും. നമുക്ക് ഈ കല്യാണം അടിച്ചു പൊളിക്കണ്ടേ?